ലാ ഇലാഹ ഇല്ലല്ലാ അല്ല തന്ന കാവലേ. ലാ ഇലാഹ ഇല്ലല്ലാ അല്ല തന്ന കാവലേ. ഇന്നലെ രാത്രി നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടായിരുന്നോ? ഇവിടെ നല്ല മഴയായിരുന്നു. ആ കാരണം കൊണ്ട് തന്നെ ഇന്നലെ രാത്രിത്തെ ഉറക്കം ഒട്ടും ശരിയായിട്ടില്ല. കുഞ്ഞാമ്മയും മോനും ഒക്കെ എണീറ്റു. കുറേ ഞാൻ പാട്ട് പാടി ഉറക്കെല്ലാം ചെയ്തു. എന്നിട്ട് ഇവിടെ അവൾ ഉറങ്ങുന്നു. ലാസ്റ്റ് മോന് വന്ന് കുറേ തൊട്ടിലാട്ടി. ലാസ്റ്റ് അവൾ ഉറങ്ങി. പിന്നീട് രാവിലേക്കായി എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് അവളെ കുറച്ച് ഡ്രസ്സുകൾ അലക്കാനുണ്ടായിരുന്നു. അത് ഞാൻ കല്ലിൽ തന്നെ അലക്കാം, അല്ലെങ്കിൽ ഒരു നീറ്റ് ആവാത്ത പോലെയാണ്. ക്ലൈമറ്റ് മേലോട്ട് നോക്കിയപ്പം എന്തോ ഒരു ശൂന്യത പോലെ, ഒരു ഉഷാറില്ലാത്ത ഒരു വെയിലും ഒരു പ്രത്യേക കാലാവസ്ഥ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാൽ വലിയ ചൂടുമില്ല, വലിയ തണുപ്പുമില്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കിടന്നു. പിന്നെ കുഞ്ഞാമ്മ എണീറ്റ് അവളെ ഫ്രഷാക്കി കുറച്ച് നേരം അവളെ കൂടെ കളിച്ചു. പിന്നെ ഞാൻ ഒരിത്തിരി നേരം ഉണ്ണിമയക്കം, അത് പതിവാണ്, കാരണം രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാറില്ലല്ലോ. അങ്ങനെ പിന്നെ അവിടെ ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ പതിവ് പോലെ എൻ്റെ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് കയറി. ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. എത്ര നന്നാവുന്നൊന്നും അറിയില്ല, ഒരു പരീക്ഷണമാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ആദ്യം കൊടുത്തത് കണ്ടില്ലേ? ആ ചേരുവകളെല്ലാം ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂട്ടി അത് മിക്സിയിലടിച്ച് ഈ ഒരു പരുവാക്കുക. അതിലേക്കൊരു ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ, അതാണ് അതിൽ ഫ്ലേവർ കൊടുക്കുന്നത്. പിന്നെ ബ്രെഡ് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പരുവാക്കിയെടുക്കുക. കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു 2 എഗ്ഗ് എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളെ കട്ട്ലറ്റിൻ്റെയും പരിപ്പ് വടയുടെയൊക്കെ ഒരു ഷേപ്പില്ലേ, അതേപോലെ ആക്കിയെടുക്കുക. ഇത് ഞാനല്ല കേട്ടോ ചെയ്തത്, ഇതെൻ്റെ സിസ്റ്ററാണ്. തുടക്കത്തിൽ എനിക്ക് വലിയ ഉത്സാഹമായിരുന്നെങ്കിലും പിന്നീട് ഒരു മടുപ്പ് തോന്നി ചെയ്യാനായിട്ട്. ആ കാരണം കൊണ്ട് ഞാനത് അവൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു. എന്നിട്ട് ഇതുപോലെ ഒരു ഉന്നക്കായ ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല മാരക ടേസ്റ്റാണ്. കഴിച്ചാൽ